അത് അഗ്രിയ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ തുര്യൻ എന്ന് പറയുന്നു. ആ തുര്യനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. അവിടെ ആത്മാവിനെ അങ്ങനെ ബോധിക്കുമ്പോൾ പിന്നെ അത് കടന്ന് ചിന്തിക്കുന്ന അങ്ങനെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ബോധമുള്ള ഒരാളിന് എങ്ങനെ അദ്വൈത ബോധം അയാളുടെ ബോധത്തെ പറയാൻ പറ്റും? അവിടെ അത് ദ്വൈതബോധമല്ലേ, തന്നെ കുറിച്ചുള്ള അറിവ്. അവിടെ താൻ വേറെയായി, തന്നെ സംബന്ധിച്ചുള്ള അറിവ് വേറെയായി. ദ്വൈതബോധം വരത്തില്ലേ? യുക്തിയാണ്, തർക്കം. അതും തന്നിൽ നിന്ന് അന്യമായ ഏത് വിഷയത്തെ സംബന്ധിച്ച് ശരിയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് അറിയുമ്പോൾ എനിക്ക് വേർതിരിക്കാം, പുസ്തകം വേറെ, എൻ്റെ അറിവ് വേറെ. അത് പറയാം. കാരണം എൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ മാത്രമല്ല അറിയുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാ ജീവന്മാർക്കും അറിവുണ്ട്. അപ്പോൾ ഈ പുസ്തകം അവിടെ നിഷ്പക്ഷമായിരിക്കുന്നു, ആര് വേണമോ എന്നെ അറിഞ്ഞോട്ടെ. അവിടെ നമുക്ക് ഈ രണ്ട് വ്യത്യസ്ത സ്വഭാവം ഉള്ളതുകൊണ്ട്, ഒന്നിന്റെ സ്വഭാവം വിഷയമായിരിക്കുക, അറിവിന്റെ സ്വഭാവം വിഷയിയായിരിക്കുക. വിഷയം എന്നുള്ള ഭേദമുള്ളതുകൊണ്ട് അറിവും വിഷയവുമായിട്ട് ഇത് പിരിഞ്ഞു നിൽക്കുന്നു. തന്നെ സംബന്ധിച്ചുള്ള അറിവിൽ അങ്ങനെയല്ല. ഒരു ദീപത്തിനോട് മറ്റൊരു ദീപത്തെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാകാൻ പറ്റത്തില്ല, ഒന്നായിപ്പോ. ഒരു ജ്വാലയോട് വേറൊരു ജ്വാലയെ ചേർത്ത് പിടിച്ചാൽ പിന്നെ അവിടെ എങ്ങനെ രണ്ട് ജ്വാല നിൽക്കത്തില്ല, രണ്ട് ചേർന്ന് ഒന്നാവും. എന്നാൽ തന്റെ സ്വരൂപം തന്നെ സ്വയം പ്രകാശിക്കുന്നു എന്നാണ്. അതിനെ സംബന്ധിക്കുന്ന പ്രകാശങ്ങളെല്ലാം ആ സ്വയം പ്രകാശത്തിനോട് ഏകീഭവിക്കുന്നു. അതുതന്നെ കൊണ്ട് ആത്മബോധം ദ്വൈതബോധമല്ല. എന്തുകൊണ്ട്? ആത്മാവ് സ്വയം ബോധമായതുകൊണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്വൈതം എന്ന് പറയുന്നത് പരമാസംബന്ധമായി പോകും. അവിടെ അജ്ഞാതബ്രഹ്മം എന്ന് പറഞ്ഞാലും ജ്ഞാതബ്രഹ്മം എന്ന് പറഞ്ഞാലും ഭേദമില്ല. ഇവിടെ പറയുന്നത് എന്താണ്? അജ്ഞാതബ്രഹ്മം സുഷുപ്തിയിൽ അജ്ഞാതബ്രഹ്മമായിരുന്നു. ശരിയാണ്, സുഷുപ്തിയിൽ ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് സുഷുപ്തി ഒരു പരിഹാരമാകാത്തത്. ഉറങ്ങുന്നതുകൊണ്ട് മോക്ഷം കിട്ടാത്ത, ഉറക്കത്തെ ഒരു സാധനയായി നിർദ്ദേശിക്കാത്ത, അവരിടത്തും നിർദ്ദേശിച്ചിട്ടില്ല ഉറക്കം ഒരു സാധനയാണ്. അങ്ങനെ ഒരിടത്തും പറയുന്നില്ല നിങ്ങൾക്ക് ആത്മബോധത്തിന് വേണ്ടി ഉറങ്ങുക, അതൊരു നല്ല സാധനയാണ്, അത് പറയുന്നില്ല. എല്ലാ സാധനയും നിർദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ ജാഗ്രതത്തിൽ, ഉണർവിലാണ്. ജപമോ തപമോ ശ്രവണമോ മനനമോ ഏതായാലും ജാഗ്രതയിലേ ഉള്ളൂ. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ സാധിക്കാത്തത് ഇവിടെ സാധിക്കണം. സുഷുപ്തിയിൽ അജ്ഞാതമായിരിക്കുന്നത് ഇവിടെ ജ്ഞാതമാകുന്നു. അത് ഇവിടെ എങ്ങനെ? അത് വിഷയി ബന്ധം കൂടാതെ. അതുകൊണ്ടാണ്
ആത്മബോധം ഉണ്ടെന്നും ആത്മബോധത്തെ ഉപദേശിക്കാൻ കഴിയുമെന്നും പറയുന്നത്. സുഷുപ്തിയിൽ അത് നടക്കത്തില്ലല്ലോ. ആത്മബോധം എന്ന് പറയുന്ന ഒരു ബോധമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആരോട് എന്ത് പറയാനാണ്? അത് ചിലർ ചോദിക്കും, എല്ലാം അദ്വൈതമാണെങ്കിൽ ആരോട് ഉപദേശിക്കുന്നു? ഗുരു എവിടെ? ശിഷ്യനെവിടെ? ഗുരു എന്ത് ആത്മജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നത്? അപ്പോൾ ഗുരുവിന് ആത്മജ്ഞാനമുണ്ട്. തന്റെ സ്വരൂപത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിപര്യങ്ങളുണ്ടായിരുന്നു അതിനെല്ലാം നിഷേധിച്ച ഒരു ബോധം തന്നിലുണ്ട്. ആ ബോധത്തെയാണ് ശിഷ്യന് പകർന്നു കൊടുക്കുന്നത്. ആ ബോധം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അജ്ഞേയമല്ല, സംശയമുള്ളതല്ല, വിപര്യവുമല്ല. അത് പൂർണ്ണമായും വ്യക്തതയുള്ള ബോധമാണ്. അജ്ഞാനാദി ദോഷങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും വ്യക്തതയുള്ള കാര്യമാണ്. അങ്ങനെ പൂർണ്ണ വ്യക്തതയിലാണ് ഇവിടെ ശ്രുതി പറയുന്നത്, ഇതാണ് നിന്റെ തത്വം. അതുകൊണ്ട് അങ്ങനെ അവസാനം അവിടെ ചെന്നിട്ടൊരു ആശയക്കുഴപ്പത്തിന്റെ കാര്യമില്ല. ആത്മബോധം ഉണ്ടാകുമോ? അദ്വൈതത്തിൽ ആത്മബോധം ശരിയാകുമോ?